അസ്സലാമു അലൈക്കും വറഹമത്തുല്ലാഹി വബറകാത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരത്ഭുതം 1400 വർഷങ്ങൾക്ക് ശേഷം മദീനയിലെ ഖനനത്തിനിടെ പ്രത്യക്ഷപ്പെട്ടു. ഇത് സൗദി രാജാവിനെ പോലും അത്ഭുതപ്പെടുത്തി. സുഹൃത്തുക്കളെ, മദീന ഷെരീഫിന്റെ ഓരോ തെരുവും ഓരോ മുക്കും മുസ്ലിങ്ങൾക്ക് വളരെ വിശുദ്ധമാണ്. കാരണം പ്രിയപ്പെട്ട നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏതൊരു തെരുവിലൂടെയോ മേഖലയിലൂടെയോ കടന്നുപോയാലും ആ സ്ഥലം ഇനി ഒരു സാധാരണ സ്ഥലമല്ല. മദീന നഗരത്തിലെ മസ്ജിദ് ഖുബയിൽ ഖനന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഈ ഖനനത്തിനിടെ മസ്ജിദ് ഖുബയിൽ അള്ളാഹുവിന്റെ ഒരു അത്ഭുതം പ്രത്യക്ഷപ്പെട്ടു. 1400 വർഷങ്ങൾക്ക് ശേഷം ഖനനത്തിനിടെ എന്തോ ഒന്ന് കണ്ടെത്തി. അത് കണ്ടവർ എല്ലാം സുബ്ഹാനല്ലാ, അല്ലാഹു അക്ബർ എന്ന് ഉച്ചരിച്ചു. അത് കണ്ടാൽ നിങ്ങളും അത്ഭുതപ്പെടും. അതിനാൽ ഈ വീഡിയോ വളരെ പ്രത്യേകമാണ്. അവസാനം വരെ കാണാൻ മറക്കരുത്. സുഹൃത്തുക്കളെ, മസ്ജിദ് ഖുബയിൽ ഖനനത്തിനിടെ കണ്ടെത്തിയത് അള്ളാഹുവിന് എന്തും ചെയ്യാൻ കഴിയുമെന്നും അവന് ഒന്നും അസാധ്യമല്ലെന്നും വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്നു. മസ്ജിദ് ഖുബ ലോകത്ത് ആദ്യമായി നിർമ്മിക്കപ്പെട്ട 3ാമത്തെ മസ്ജിദും മദീനയിൽ ആദ്യമായി സ്ഥാപിതമായ മസ്ജിദുമാണ്. ഭൂമിയിലെ ആദ്യ മസ്ജിദ് കഅബയാൻ, 2ാമത് മസ്ജിദുൽ അഖ്സ, 3ാമത് മസ്ജിദ് ഖുബ. സൗദി സർക്കാർ ഈ സ്ഥലത്തെ വൻതോതിൽ മനോഹരമാക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നു. അതിനാൽ മസ്ജിദ് ഖുബയ്ക്ക് ചുറ്റും ധാരാളം തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട്. ഈ മസ്ജിദിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. കാരണം മദീനയിലെത്തി ഇവിടെ 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം നിർവഹിക്കുന്നവർക്ക് ഒരു ഉംറയുടെ പ്രതിഫലം ലഭിക്കും. സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് ഹിജ്റ ചെയ്ത് ഈ സ്ഥലത്തെത്തിയപ്പോൾ ഇവിടെ ഖുബ എന്നൊരു പ്രദേശമുണ്ടായിരുന്നു. അതിനാൽ ഈ മസ്ജിദിന് മസ്ജിദ് ഖുബ എന്ന് പേര് ലഭിച്ചു. മസ്ജിദ് നബവിയിൽ നിന്ന് ഏകദേശം 4-5 കിലോമീറ്റർ ദൂരത്താണ് മസ്ജിദ് ഖുബ സ്ഥിതി ചെയ്യുന്നത്. ഈ പ്രദേശത്ത് ഇസ്ലാമിനു വേണ്ടി എല്ലാം ത്യജിച്ച അൻസാറുകളുടെ നിരവധി വീടുകളുണ്ടായിരുന്നു. അതിനാൽ മസ്ജിദ് ഖുബ ഇസ്ലാമിൽ വലിയ പ്രാധാന്യം അർഹിക്കുന്നു. മദീനയിലെത്തുന്ന ഒരാൾ ഈ സ്ഥലം സന്ദർശിക്കാതിരിക്കുക എന്നത് ചിന്തിക്കാനാവാത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് എത്താൻ പോകുന്ന സമയത്ത് ആ പ്രദേശത്തെ ജനങ്ങൾ രാവിലെ തന്നെ അവിടെ എത്തി അവിടുത്തെ വരവിനായി കാത്തിരിക്കുമായിരുന്നു. ഉച്ചവരെ അവർ കാത്തിരിക്കും. പക്ഷേ സൂര്യന്റെ ചൂട് കൂടിയാൽ അവർ വീടുകളിലേക്ക് മടങ്ങും. അതിനിടെ മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാം പ്രചരിപ്പിക്കുകയായിരുന്നു. അക്കാലത്ത് മക്കയിൽ ഒരാൾ പ്രവാചകത്വം പ്രഖ്യാപിച്ചു എന്ന വാർത്ത അറേബ്യയിൽ മുഴുവൻ പരന്നിരുന്നു. പിന്നീട് മദീനയിൽ നിന്ന് ചിലർ ഹജ്ജിനായി മക്കയിലെത്തിയപ്പോൾ അവർ നബിയെ കണ്ടു. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ അള്ളാഹുവിന്റെ മതത്തിലേക്ക് ക്ഷണിച്ചു. 8 പേർ ഇസ്ലാം സ്വീകരിച്ചു. അടുത്ത വർഷം ഹജ്ജിന് 12 പേർ ഇസ്ലാം സ്വീകരിച്ചു. അക്കാലത്ത് മദീനയിലെ എല്ലാ ജനങ്ങളുടെയും നേതാവായി അസ്അദ് തിരഞ്ഞെടുക്കപ്പെട്ടു. മുസ്അബ് ബിൻ ഉമൈർ എന്ന സഹാബിയെ അവർക്കൊപ്പം അയച്ചു. അവർ മദീനയിൽ മുസ്ലിംകൾക്ക് നമസ്കാരം നയിക്കാൻ തുടങ്ങി. മുസ്അബ് ബിൻ ഉമൈർ മുഖേന മദീനയിലെ നേതാവായ സഅദ് ബിൻ മുആദും അവന്റെ അമ്മാവനും ഇസ്ലാം സ്വീകരിച്ചു. അവരുടെ മതപരിവർത്തനത്തിന് ശേഷം മദീനയിൽ ഇസ്ലാം വേഗത്തിൽ പടർന്നു. പിന്നീട് ഹജ്ജിനോടനുബന്ധിച്ച് ചില സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ ചെന്നപ്പോൾ മദീനയിലെ വിജയവാർത്ത കേട്ട് നബി വളരെ സന്തോഷിച്ചു. 3ാമത്തെ ഹജ്ജിന് 33 പുരുഷന്മാരും 6 സ്ത്രീകളും ഇസ്ലാം സ്വീകരിച്ചു. ഈ ആളുകൾ നബിയോട് മദീനയിലേക്ക് വരണമെന്ന് നിർബന്ധിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അമ്മാവനായ ഹസ്രത്ത് അബ്ബാസ് അപ്പോൾ ഇനിയും വിശ്വാസം സ്വീകരിച്ചിരുന്നില്ല. അവർ പറഞ്ഞു, നിന്റെ വാഗ്ദാനം പാലിക്കാൻ കഴിയുന്നവ മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വാഗ്ദാനം ചെയ്യാവൂ. ഇതിനെ തുടർന്ന് എല്ലാവരും തങ്ങളുടെ വാഗ്ദാനം നിറവേറ്റുമെന്ന് സത്യം ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹു ഏകനാണ്, അവനെ മാത്രം ആരാധിക്കുക, അവനോട് ഒന്നിനെയും പങ്കുചേർക്കരുത്. ഇത് കേട്ട ഒരു അൻസാറി ചോദിച്ചു, ഇത് ഞങ്ങൾ ചെയ്താൽ ഞങ്ങൾക്ക് എന്താണ് ലഭിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി നൽകി, നിനക്ക് സ്വർഗം ലഭിക്കും. ഇത് കേട്ടവിടെ ഉണ്ടായിരുന്ന എല്ലാവരും പറഞ്ഞു, ഇത് ലാഭകരമായ ഒരു കച്ചവടമാണ്, ഞങ്ങൾ ഇത് വെറുതെ വിടില്ല. സുഹൃത്തുക്കളെ, ഇതിനുശേഷം ഖുബയിലെ ജനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാത്തിരുന്നു. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്ഥലത്തെത്തിയപ്പോൾ ഒരു ജൂതൻ ആദ്യം അവിടുത്തെ കണ്ടു. അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഓ ഖുബയിലെ ജനങ്ങളെ, നിന്റെ വിധി ഉണർന്നിരിക്കുന്നു, നിന്റെ കാത്തിരിപ്പിന്റെ പ്രവാചകൻ എത്തിയിരിക്കുന്നു. അപ്പോൾ ഖുബയിലെ തെരുവുകൾ അല്ലാഹു അക്ബർ എന്ന വിളികളാൽ മുഖരിതമായി.
എല്ലാവരും തങ്ങളുടെ വീടുകളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു നോക്ക് കാണാൻ പുറത്തേക്ക് കൂട്ടി. ഖുബയുടെ തെരുവുകൾ ആളുകളാൽ നിറഞ്ഞു. അതിനിടെ ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഒരു തോട്ടത്തിൽ നിന്ന് പുറത്തുവന്നു. അവൻ നബിയെ ഒരു തുണി കൊണ്ട് നിഴലിട്ടിരുന്നു. ഇത് കണ്ട് ഖുബയിലെ ജനങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞു. ഈ മസ്ജിദ് ഇസ്ലാമിൽ വളരെ പ്രത്യേകമാണ്. കാരണം ഈ മസ്ജിദിന്റെ ആദ്യ കല്ല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുഗ്രഹീത കൈകളാൽ വെച്ചതാണ്. പിന്നീട് ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു കല്ലും ഹസ്രത്ത് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരു കല്ലും വെച്ചു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബനു അമർ ബിൻ ഔഫിന്റെ വീട്ടിൽ താമസിച്ചു. ഈ മസ്ജിദ് കുലാം ബിൻ അൽ ഹദമിന്റെ ഭൂമിയിൽ നിർമ്മിക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ മസ്ജിദിനെ വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. ഓരോ ദിവസവും മസ്ജിദുൻ നബവിയിൽ നിന്ന് അവിടത്തേക്ക് അവൻ കാൽനടയായോ വാഹനത്തിലോ വന്ന് 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം നിർവഹിക്കുമായിരുന്നു. സുഹൃത്തുക്കളെ, നിലവിൽ മസ്ജിദ് ഖുബയിൽ ഖനന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഈ ഖനനത്തിനിടെ 1400 വർഷം പഴക്കമുള്ള ഒരു കിണർ കണ്ടെത്തി. സൗദി സർക്കാർ ഈ കിണർ കണ്ടെത്താൻ ഒട്ടേറെ ശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ അവർക്ക് വിജയിക്കാനായില്ല. ഈ കിണർ ബിർ അൽ അരീഷ് എന്നാണ് അറിയപ്പെടുന്നത്. സൗദി സർക്കാർ ഈ കിണർ തേടിയെത്തതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുഗ്രഹീത മോതിരം ഉണ്ടെന്നതിനാലാണ്. മസ്ജിദ് ഖുബയുടെ മുഴുവൻ പ്രദേശവും ഖനനം ചെയ്തെങ്കിലും ഓരോ തവണയും അവർക്ക് പരാജയം നേരിട്ടു. എന്നാലിപ്പോൾ പെട്ടെന്ന് ഈ കിണർ കണ്ടെത്തിയത് അള്ളാഹുവിന്റെ വലിയ അത്ഭുതമാണ്. കാരണം ഈ കിണറിനുള്ളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുഗ്രഹീത മോതിരമുണ്ടതിൽ നബിയുടെ പേര് ആലേഖനം ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ ഈ മോതിരം ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖിന്റെ റളിയല്ലാഹു അൻഹു കൈവശമെത്തി. അവൻ ഈ മോതിരം ഉപയോഗിച്ച് കത്തുകൾ മുദ്രവെച്ചു. പിന്നീട് ഈ മോതിരം ഹസ്രത്ത് ഉമർ ഫാറൂഖിന്റെ റളിയല്ലാഹു അൻഹു കൈവശമെത്തി. അവനും ഇത് ഉപയോഗിച്ച് രേഖകൾ മുദ്രവെച്ചു. പിന്നീട് ഹസ്രത്ത് ഉസ്മാൻ ഗനിയുടെ റളിയല്ലാഹു അൻഹു കാലത്തി മോതിരം ഈ കിണറ്റിൽ വീണു. അതിനുശേഷം മുസ്ലിംകൾ തമ്മിൽ വിഭാഗീയതയും ശത്രുതയും വളർന്നു. ഈ കിണർ ഒരു ജൂതന്റേതായിരുന്നു. അവന്റെ പേര് അരീഷ് എന്നായിരുന്നു. അതിനാൽ ഈ കിണർ ബിർ അൽ അരീഷ് എന്നറിയപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലെത്തിയപ്പോൾ ഈ കിണറിന്റെ വെള്ളം വളരെ ഉപ്പുരസമുള്ളതായിരുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ അനുഗ്രഹീത ഉമിനീര് ഈ കിണറ്റിലിട്ടപ്പോൾ ഉപ്പുരസമുള്ള വെള്ളം മധുരമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ ചെയ്തപ്പോൾ ഈ കിണറിനടുത്താണ് വന്നത്. പിന്നീട് മസ്ജിദ് ഖുബയുടെ നിർമ്മാണം തുടങ്ങിയപ്പോൾ ഈ കിണറിന്റെ വെള്ളം ഉപയോഗിച്ചാണ് കളിമണ്ണ് തയ്യാറാക്കിയത്. കൂടാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ മന്ത്രവാദം നടത്തിയപ്പോൾ അവിടുത്തെ അനുഗ്രഹീത മുടിയും ചീർപ്പും ഈ കിണറ്റിലെ ഒരു കല്ലിനടിയിൽ സ്ഥാപിച്ചിരുന്നു. ഒരു ജൂതൻ നബിയുടെ ഒരു പ്രതിമ നിർമ്മിച്ച് അതിൽ സൂചികൾ കുത്തിയിരുന്നു. അപ്പോൾ നബിയുടെ ആരോഗ്യനില ഗുരുതരമായി. എന്നാൽ അല്ലാഹു മാലാഖമാർ മുഖേന ഈ ജൂതന്റെ പദ്ധതി നബിയെ അറിയിച്ചു. പിന്നീട് ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള സഹാബികൾ കിണറ്റിലിറങ്ങി എല്ലാം പുറത്തെടുത്തു. സുഹൃത്തുക്കളെ, ഹസ്രത്ത് അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു എന്ന ഒരു സഹാബി പറയുന്നു, ഒരു ദിവസം താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം മുഴുവൻ ദിവസവും ചെലവഴിക്കാൻ തീരുമാനിച്ചു. അതിനായി അവൻ മസ്ജിദുൻ നബവിയിൽ അവിടുത്തെ തേടി ചെന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല. അവൻ തിരഞ്ഞ അവസാനം മസ്ജിദ് ഖുബയിലെത്തി. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിണറിനരികിൽ കാലുകൾ കിണറ്റിനുള്ളിൽ തൂക്കിയിട്ടിരിക്കുന്നു. ഹസ്രത്ത് അബൂ മൂസ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ അന്ന് ദൃഢനിശ്ചയം ചെയ്തിരുന്നു ആ ദിവസം മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ചെലവഴിക്കണമെന്ന്. അവിടെ വരുന്നവർക്ക് ആദ്യം നബിയുടെ അനുവാദം വാങ്ങിയ ശേഷം മാത്രമേ അനുവദിക്കൂ. അതിനാൽ അവൻ വാതിൽക്കലിരുന്നു. അപ്പോൾ ആരോ വാതിൽ മുട്ടി. ആരാണ് എന്ന് അവൻ ചോദിച്ചു. ഞാൻ അബൂബക്കർ സിദ്ദീഖ് എന്ന് മറുപടി വന്നു. അവൻ പറഞ്ഞു, ദയവായി കാത്തിരിക്കൂ, ഞാൻ ആദ്യം നബിയോട് അനുവാദം ചോദിക്കാം. പിന്നീട് അവൻ നബിയെ അറിയിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അവനെ അകത്തേക്ക് വിടൂ, സ്വർഗത്തിന്റെ സന്തോഷവാർത്ത അവന് നൽകൂ. അങ്ങനെ അവൻ ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖിന് റളിയല്ലാഹു അൻഹു സ്വർഗത്തിന്റെ സന്തോഷവാർത്ത നൽകി. അവൻ വളരെ സന്തോഷിച്ചകത്തേക്ക് വന്ന് നബിയുടെ വലതുവശത്തിരുന്നു. പിന്നീട് മറ്റൊരാൾ വാതിൽ മുട്ടി.
ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഉമർ ബിൻ ഖത്താബ് എന്ന് മറുപടി വന്നു. അവൻ വീണ്ടും പറഞ്ഞു, ദയവായി കാത്തിരിക്കൂ, ഞാൻ അനുവാദം ചോദിക്കാം. പിന്നീട്ടവൻ നബിയെ അറിയിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അവനെ അകത്തേക്ക് വിടൂ, സ്വർഗത്തിന്റെ സന്തോഷവാർത്ത അവന് നൽകൂ. അങ്ങനെ അവൻ ഹസ്രത്ത് ഉമറിന് റളിയല്ലാഹു അൻഹു സ്വർഗത്തിന്റെ സന്തോഷവാർത്ത നൽകി. അവൻ അകത്തേക്ക് വന്ന് നബിയുടെ ഇടതുവശത്തിരുന്നു. പിന്നീട് അബൂ മൂസ റളിയല്ലാഹു അൻഹു വീണ്ടും വാതിൽക്കൽ ഇരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ മറ്റൊരാൾ വാതിൽ മുട്ടി. ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ എന്ന് മറുപടി വന്നു. അവൻ നബിയെ അറിയിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അവനെ അകത്തേക്ക് വിടൂ, സ്വർഗത്തിന്റെ സന്തോഷവാർത്ത നൽകൂ, എന്നാൽ അവനെ ബാധിക്കാൻ പോകുന്ന പരീക്ഷണങ്ങളെക്കുറിച്ചും അറിയിക്കൂ. അങ്ങനെ അബൂ മൂസ റളിയല്ലാഹു അൻഹു ഹസ്രത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു സ്വർഗത്തിന്റെ സന്തോഷവാർത്തയും പരീക്ഷണങ്ങളെക്കുറിച്ചുള്ള വിവരവും നൽകി. അവൻ അകത്തേക്ക് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവചനം പിന്നീട് സത്യമായി. കാരണം ഹസ്രത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലത്ത് ഒട്ടേറെ കഠിന പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നു. സുഹൃത്തുക്കളെ, മോതിരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖിന് റളിയല്ലാഹു അൻഹു, പിന്നീട് ഹസ്രത്ത് ഉമർ ഫാറൂഖിന് റളിയല്ലാഹു അൻഹു, തുടർന്ന് ഹസ്രത്ത് ഉസ്മാൻ ഗനിക്ക് റളിയല്ലാഹു അൻഹു എത്തി. ഒരു ദിവസം ഹസ്രത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലത്തവൻ കിണറിനരികിൽ കാലുകൾ തൂക്കിയിട്ടിരിക്കെ നബിയുടെ മോതിരം അവന്റെ കയ്യിൽ നിന്ന് കിണറ്റിൽ വീണു. ഹസ്രത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു കിണറിന്റെ എല്ലാ വെള്ളവും വറ്റിച്ച് മോതിരം തിരഞ്ഞെങ്കിലും അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിനുശേഷം മുസ്ലിംകൾക്കിടയിൽ വിഭാഗീയതയും ശത്രുതയും വളർന്നു. സുഹൃത്തുക്കളെ, നിലവിൽ മസ്ജിദ് ഖുബയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരുന്നിരുന്ന ആ കിണർ തന്നെ കണ്ടെത്തിയിരിക്കുന്നു. ഈ കിണറിന്റെ വെള്ളം ഉപ്പുരസമുള്ളതായിരുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ അനുഗ്രഹീത ഉമിനീര് ഇതിൽ ചേർത്തപ്പോൾ അത് മധുരമായി. ഈ കിണറിനുള്ളിൽ നബിയുടെ അനുഗ്രഹീത മോതിരമുണ്ട്. മസ്ജിദ് ഖുബയുടെ ഇഷ്ടികകൾ നിർമ്മിക്കാൻ ഈ കിണറിന്റെ വെള്ളം ഉപയോഗിച്ചു. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ ചെയ്തപ്പോൾ നബി സേയിയും സഹാബികളും ഈ കിണറിന്റെ വെള്ളം ഉപയോഗിച്ചാണ് ഗുസ്ൽ, ആചാരശുദ്ധീകരണം നിർവഹിച്ചത്. സുഹൃത്തുക്കളെ, ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവസാന വാക്കുകളെക്കുറിച്ച് പറയാം. ഹിജ്റയുടെ 10-ാം വർഷം ദുൽഹിജ്ജ 9 നറഫ ഫലഭൂമിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ അവസാന പ്രസംഗം നടത്തി. മനുഷ്യത്വവും സമത്വവും നിറഞ്ഞ ഈ പ്രസംഗം ഒരു മതനേതാവോ രാഷ്ട്രീയ നേതാവോ ഇതുവരെ നൽകാത്ത ഒരു മാതൃകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഓ ജനങ്ങളെ, എൻ്റെ വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കുക. അടുത്ത വർഷം ഞാൻ നിന്റെ കൂടെയുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അതിനാൽ എൻ്റെ വാക്കുകൾ ശ്രദ്ധാപൂർവം കേട്ടിവിടെ ഇല്ലാത്തവർക്ക് എത്തിക്കുക. നിന്റെ റബ്ബ് ഏകനാണ്. അള്ളാഹുവിൻ്റെ പുസ്തകമായ ഖുർആനും അവൻ്റെ പ്രവാചകന്റെ സുന്നത്തും ഉറച്ചു പിടിക്കുക. ജനങ്ങളുടെ ജീവൻ, സമ്പത്മാനം എന്നിവ സംരക്ഷിക്കുക. ആരെയും അന്യായമായി ഉപദ്രവിക്കരുത്. ഒരാളുടെ അന്യായത്തിന് നിന്നെ ശിക്ഷിക്കപ്പെടില്ല. ആരെങ്കിലും നിന്റെ അടുത്ത് എന്തെങ്കിലും അമാനത്ത് ഏൽപ്പിച്ചാൽ അതിൽ വഞ്ചന കാണിക്കരുത്. പലിശയുടെ അടുത്തേക്ക് പോകരുത്. ഈ ദിവസവും ഈ മാസവും ഈ സ്ഥലവും വിശുദ്ധവും ബഹുമാന്യവുമാണ്. അതുപോലെ മറ്റുള്ളവരുടെ ജീവനും മാനവും സമ്പത്തും വിശുദ്ധവും ബഹുമാന്യവുമാണ്. ആരെയും ഉപദ്രവിക്കരുത്. ആരെയും ദ്രോഹിക്കരുത്. ആർക്കും ദോഷം വരുത്തുന്നവനാകരുത്. അങ്ങനെ ചെയ്താൽ നിന്റെ സുരക്ഷയും ഉറപ്പാകും. ഒരു അറബിക്ക് അനറബിയോടും അനറബിക്ക് അറബിയോടും വെളുത്തവന് കറുത്തവനോടും കറുത്തവന് വെളുത്തവനോടും യാതൊരു മേൽക്കോയ്മയുമില്ല. മേൽക്കോയ്മയുണ്ടെങ്കിൽ അത് ഭക്തിയിലും വിശ്വാസത്തിലും നന്മയിലും മാത്രമാണ്. നിന്റെ ഭക്ഷണം നിന്റെ ദാസന്മാർക്കും നൽകുക. നിന്റെ വസ്ത്രം അവർക്കും നൽകുക. ജാഹിലിയത്തിന്റെ എല്ലാ സമ്പ്രദായങ്ങളും എൻ്റെ അനുഗ്രഹീത കാലുകൾക്ക് കീഴിലാണ്. ഇസ്ലാമിനു മുമ്പുള്ള എല്ലാ രക്തപാതകങ്ങളും ഞാൻ റദ്ദാക്കുന്നു. ആർക്കും പഴയ രക്തത്തിന്റെ പ്രതികാരം ആവശ്യപ്പെടാൻ അവകാശമില്ല. ആദ്യമായി ഞാൻ എൻ്റെ കുടുംബത്തിന്റെ രക്തപാത കംറാബിയ ബിൻ ഹാരിസിന്റെ കൊലപാതകത്തിന്റെ പ്രതികാരം ഞാൻ ക്ഷമിക്കുന്നു. എല്ലാ പലിശകളും റദ്ദാക്കുന്നു. ആദ്യമായി എൻ്റെ കുടുംബത്തിന്റെ പലിശ അബ്ബാസ് ബിൻ മുത്തലിബിന്റെ പലിശ ഞാൻ റദ്ദാക്കുന്നു. സ്ത്രീകളുടെ കാര്യത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുക. നിനക്ക് സ്ത്രീകളുടെ മേൽ അവകാശമുണ്ട്. സ്ത്രീകൾക്ക് നിന്റെ മേൽ അവകാശമുണ്ട്. അവർ നിന്റെ അവകാശങ്ങൾ നിറവേറ്റുമ്പോൾ നിന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും നിറവേറ്റണം.
എന്റെ ശേഷം മറ്റൊരു പ്രവാചകനോ നിന്റെ ശേഷം മറ്റൊരു ഉമ്മത്തോ ഉണ്ടാകില്ല. അതിനാൽ നിന്റെ റബ്ബിനെ ആരാധിക്കുക. 5 നേരത്തെ നമസ്കാരം നിർവഹിക്കുക. റമദാനിൽ നോമ്പനുഷ്ഠിക്കുക. നിന്റെ സമ്പത്തിന്റെ സക്കാത്ത് സന്തോഷപൂർവ്വം നൽകുക. നിന്റെ റബ്ബിന്റെ ഭവനത്തിലേക്ക് ഹജ്ജ് ചെയ്യുക. നിന്റെ ഭരണാധികാരികൾക്ക് വിധേയപ്പെടുക. ഇവ ചെയ്താൽ നിന്റെ റബ്ബിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കും. ഓ ജനങ്ങളെ, ഞാൻ അല്ലാഹുവിന്റെ സന്ദേശം നിനക്കെത്തിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ജനക്കൂട്ടം ഒരേ സ്വരത്തിൽ മറുപടി നൽകി, അതെയോ അല്ലാഹുവിന്റെ ദൂതരെ, നിന്റെ എല്ലാ സന്ദേശങ്ങളും ഞങ്ങൾക്കെത്തിച്ചു. ഇത് കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 തവണ പറഞ്ഞു, ഓ അല്ലാഹുവേ സാക്ഷിയാകുക. ഇതിനുശേഷം ഖുർആനിന്റെ അവസാന വചനം അവതരിച്ചു, ഇന്ന് ഞാൻ നിന്റെ മതത്തെ പൂർണ്ണമാക്കി എന്റെ അനുഗ്രഹം നിന്റെ മേൽ പൂർത്തിയാക്കി. സുഹൃത്തുക്കളെ, ഇതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇവിടെയുള്ളവർ ഈ വാക്കുകൾ ഇല്ലാത്തവർക്ക് എത്തിക്കുക. അവർ അത് പിന്നീട് വരുന്നവർക്ക് കൈമാറണം. പിന്നീടുള്ള തലമുറകൾ എന്റെ വാക്കുകൾ മുമ്പുള്ളവരെക്കാൾ നന്നായി മനസ്സിലാക്കി പ്രവർത്തിക്കാനിടയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ അനുഗ്രഹീത മുഖം ആകാശത്തേക്ക് ഉയർത്തി അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു, ഓ അല്ലാഹുവേ, എന്റെ ജനങ്ങൾക്ക് ഏതെങ്കിലും ബുദ്ധിമുട്ട് നേരിടുമ്പോൾ അവർക്ക് സഹായിക്കുക. നിന്റെ എല്ലാ സന്ദേശങ്ങളും ഞാൻ നിന്റെ ദാസന്മാർക്കെത്തിച്ചു. സുഹൃത്തുക്കളെ, ഇനി നമ്മുടെ ഉത്തരവാദിത്തമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകൾ കേൾക്കുക, മനസ്സിലാക്കുക, പ്രവർത്തിക്കുക, കഴിയുന്നത്ര ആളുകളിലേക്ക് എത്തിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തൊഴിലാളിക്ക് അവന്റെ വിയർപ്പ് ഉണങ്ങുന്നതിന് മുമ്പ് അവന്റെ കൂലി നൽകുക. അവന്റെ ശക്തിക്ക് അപ്പുറമുള്ള ജോലി അവനെ ഏൽപ്പിക്കരുത്തവന്റെ ജോലിയിൽ അവനെ സഹായിക്കുക. ഒരാളുടെ അയൽവാസി അവൻ ഏത് മതക്കാരനായാലും പട്ടിണിയോടെ ഉറങ്ങുന്നുണ്ടെങ്കിൽ അവൻ ഒരു യഥാർത്ഥ മുസ്ലിമാകില്ല. ഒരു മുസ്ലിം ഒരു അമുസ്ലിമിനെ അന്യായമായി ഉപദ്രവിക്കുകയോ ദോഷം വരുത്തുകയോ ചെയ്താൽ അല്ലാഹു തന്നെ ആ അമുസ്ലിമിന് വേണ്ടി വാദിക്കും. ഒരാൾ അന്യായം കാണുമ്പോൾ മൗനം പാലിക്കുകയും സഹായിക്കാതിരിക്കുകയും ചെയ്താൽ അവന്റെ ആവശ്യകാലത്ത് അല്ലാഹുവും അവനെ സഹായിക്കില്ല. സുഹൃത്തുക്കളെ, അടുത്ത വീഡിയോയിൽ നിന്ന് കാണാം. അതുവരെ അല്ലാഹുവിന്റെ അനുഗ്രഹം എന്നും നിങ്ങൾക്കുണ്ടാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.